അല്ല, സണ്ണി ജോസഫിൻ്റെ ബന്ധുവാണെങ്കിൽ പോലും അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു. ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അതിന് ആ നിലയ്ക്ക് കണ്ട ഇപ്പോൾ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ റിയാസിനെ മന്ത്രിയാക്കിയതിന് ആരെങ്കിലും കുറ്റം പറഞ്ഞില്ലല്ലോ. റിയാസിനും ഒരു യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. അമ്മായിയപ്പൻ്റെ ക്യാബിനറ്റിലെ മരുമാന മന്ത്രിയാക്കിയെന്ന് ആരും പറഞ്ഞില്ലല്ലോ. പ്രവർത്തന പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെയാണ് സണ്ണി വക്കീലും ചെയ്തിട്ടുള്ളത്. അല്ല, അത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നൊരു സംവിധാനമാണ്. ഇതിൽ ഏത് തൊട്ടാലും വിവാദമാവും എന്നുള്ളതുകൊണ്ടാണ് ആ വിവാദത്തിലേക്ക് കിടക്കാത്തത്. സത്യം പറഞ്ഞാൽ മലബാർ ദേവസ്വം ബോർഡ് വളരെ അധികം ദാരിദ്ര്യത്തിലാണ്. കൊച്ചി ദേവസ്വം ബോർഡ് വളരെ സ്ഥിതി മോശമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതൊക്കെ വർഷങ്ങളായി നിലനിൽക്കുന്നൊരു സംവിധാനമായതുകൊണ്ടും പലതിനും അതിൻ്റേതായിട്ടുള്ള രീതിയുള്ളതുകൊണ്ടും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇതുപോലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടികൾ എല്ലാ ദേവസ്വങ്ങളുടെയും കോർഡിനേഷനിലൂടെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആ ദേവാരണ്യം പരിപാടി തന്നെ ഇത് എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും കമ്മീഷണർമാരെയും ഒക്കെ വിളിച്ചിട്ടാണ് ഇങ്ങനെ പരിപാടി തന്നെ ആസൂത്രണം ചെയ്തത്. അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒരു ഏകീകൃത ദേവസ്വം ബോർഡ് എന്നുള്ള ഡിമാൻഡുകൾ കുറേ കാലമായിട്ടുണ്ടെങ്കിലും ആ കാര്യത്തിൽ കുറേ കൂടെ സർക്കാരിന് ആലോചിക്കേണ്ടതുണ്ട്. ഏതായാലും ഇത് ഈ ഏകീകൃത ദേവസ്വം ബോർഡിനെ കുറിച്ച് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് വിവിധ സംഘടനകളാണ്. ക്ഷേത്ര സംരക്ഷണ എല്ലാ ക്ഷേത്രങ്ങളും സംരക്ഷണ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ അവരാലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. സർക്കാരിന് ഇതിൽ മുൻകൈ എടുക്കാൻ നിവൃത്തിയില്ല. ഏതിൻ്റെ? അല്ല, ഇല്ല, അത് പലയിടത്തും പേഴ്സണൽ സ്റ്റാഫിൻ്റെ ആയില്ല. ഞാൻ മാത്രമേ ഏതാണ്ടൊരു 95% പൂർത്തിയാക്കിയിട്ടുള്ളൂ. ബാക്കി പലരും പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഇത് പൂർത്തിയായിട്ടില്ല. ബന്ധുക്കളെ നിയമിക്കേണ്ടത് ശരിയല്ല. മുമ്പ് ഇതുപോലെ ഒരു മന്ത്രി മരുമകളെ കുക്കായിട്ട് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഏർപ്പാടുണ്ട്. അതൊന്നും ശരിയായിട്ടുള്ള നടപടി അല്ല എന്നുള്ള സ്റ്റാൻഡാണ് എല്ലാ കാലത്തും കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അല്ല, സണ്ണി ജോസഫിൻ്റെ ബന്ധുവാണെങ്കിൽ പോലും അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു. ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അതിന് ആ നിലയ്ക്ക് കണ്ട ഇപ്പോൾ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ റിയാസിനെ മന്ത്രിയാക്കിയതിന് ആരെങ്കിലും കുറ്റം പറഞ്ഞില്ലല്ലോ. റിയാസിനും ഒരു യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. അമ്മായിയപ്പൻ്റെ ക്യാബിനറ്റിലെ മരുമാന മന്ത്രിയാക്കിയെന്ന് ആരും പറഞ്ഞില്ലല്ലോ. പ്രവർത്തന പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെയാണ് സണ്ണി വക്കീലും ചെയ്തിട്ടുള്ളത്. അല്ല, ധവളപത്രം ഇറക്കിയത് ഇവിടുത്തെ ഫിനാൻഷ്യലായിട്ടുള്ള ധനസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. പിന്നെ അതിന് നിർദ്ദേശിച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു അനാവശ്യമായ വിവാദം നടക്കുന്നുണ്ട്. പെൻഷൻ പ്രായം കൂട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അത് നിർദ്ദേശമാണ്. ഏതൊക്കെ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് കൂട്ടായി തീരുമാനിക്കും. ഞാൻ പറയാം, സ്വകാര്യ വിദ്യാഭ്യാസ ബില്ല് അവരല്ലേ കൊണ്ടുവന്നത്. ഞാൻ പറയാം, കുറേ അത് വേണ്ടി വരും. ഈ ധനസ്ഥിതി വെച്ച് നമുക്ക് ഉദാഹരണത്തിന് തന്നെ കേരളത്തിലെ ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ പുതിയ കെട്ടിടം നിർമ്മിക്കാനൊക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. ഈ ധനസ്ഥിതി വെച്ചിട്ട് ഇനി കൂടുതൽ സംവിധാനം ചെയ്യാൻ കഴിയുമോ? അത് വേണ്ടി വരും. പക്ഷേ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പോൾ പല മറ്റേ പൊതുജന ഫണ്ടുണ്ട്, അല്ല മറ്റേ റിലീഫ് ഫണ്ടുകളുണ്ട്, SIR ഫണ്ടുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തും. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ മെഡിക്കൽ കോളേജിൽ പാർക്കിങ്ങിന് ഞങ്ങൾ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. CSR ഫണ്ട് പരമാവധി ഞങ്ങൾ വിനിയോഗിക്കും. ഞാൻ പറയും, ഈ ധവളപത്രത്തിലെ സാമ്പത്തിക സ്ഥിതിയുമായി വെച്ചാൽ ഒരു ഡെവലപ്മെൻറ്റ് നടക്കില്ല. CSR ഫണ്ട് വേണ്ടി വരും. റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പ് വേണ്ടി വരും. അങ്ങനെയൊക്കെ തന്നെയാണ് ആരോഗ്യരംഗത്ത് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഈ ധനസ്ഥിതിയും വെച്ച് ഒരു ഡെവലപ്മെൻറ്റ് വരാൻ പറ്റില്ല.
വേണ്ടി വരും. ഒരിക്കലും വരില്ല. ഞാൻ അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കാമെന്ന് വെച്ചിട്ടാണ്. അതിൻ്റെ ഞങ്ങൾ ആലോചിക്കുന്നത് എല്ലാ ജില്ലകളിലും അദാലത്ത് നടത്താൻ പോവുകയാണ്. അതിൻ്റെ പേര് കായകൽപ്പ ചികിത്സയാണ്. പണ്ട് കാലത്ത് പ്രായം ചെന്നവർ യൗവനത്തിലേക്ക് വേണ്ടി തിരഞ്ഞെടുത്തൊരു ചികിത്സാ രീതി. അത് ജരാനരകൾ ഇല്ലാതാകുമെന്നും യൗവനം വരുന്നതാണ് ആ ചികിത്സയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ആ പേര് നൽകിയത്. അത് 9-ാം തീയതി കോഴിക്കോട് വെച്ച് ആരംഭിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.